ബബ്ബ സിനിമ ഇറങ്ങിയ കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞല്ലോ. അതിനെക്കുറിച്ച് നെഗറ്റീവ് റെസ്പോൺസ് വന്നു. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ചില പ്രമുഖ റിവ്യൂവേഴ്സ് റിവ്യൂ ഇടുന്ന ഞാൻ കണ്ടായിരുന്നു. റിവ്യൂ ഞാൻ കാണുകയും ചെയ്ത്. അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ഇതൊരു അവരാധിച്ച പടമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മിക്ക ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. ചിലവന്മാർക്ക് പുഷ്പ 2 ആണ് വലിയ സിനിമ, ചിലവന്മാർക്ക് ബ്രോമൻസ് ആണ് വലിയ സിനിമ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തോരം ഭേദപ്പെട്ട സിനിമയാണ് ഈ ബബ്ബ എന്ന് പറഞ്ഞ സിനിമ. നമുക്കത് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ കണ്ട കാര്യമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ പേട്ട ഫാനാണ്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ഏട്ട ഫാനാണ്. എന്നാൽ ഞാൻ ഈ രണ്ടുപേരുടെ ഫാനല്ല, ഞാൻ ഈ നടുക്ക് നിൽക്കുന്ന ഒരു ന്യൂട്രൽ ഓഡിയനാണ്. ശരിക്കും നമ്മുടെ ഇൻഡസ്ട്രി എന്താ കുണം പിടിക്കാതെന്ന് അറിയോ? നമുക്ക് ശരിക്കും ഒരു മാസ് മസാല പടമില്ല. നമുക്ക് ഉണ്ട് എമ്പുരാനുണ്ട്, ലോകയുണ്ട്, പക്ഷേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മാസ് മസാല പടം വന്നാലും ഇൻഡസ്ട്രിയിൽ നല്ല രീതിക്ക് കളക്ഷൻ കയറത്തുള്ളൂ. അതിന് കയറാത്തതിൻ്റെ മെയിൻ കാരണം ഇവിടുത്തെ ഓഡിയൻസാണ്. ഫസ്റ്റ് ഡേ നമ്മളൊരു സിനിമ കാണുമ്പോൾ, അല്ലെ ഫസ്റ്റിൽ ഒരു ട്രെയിലർ കാണുമ്പോൾ നമ്മൾ ശരിക്കും ട്രെയിലർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ആ ട്രെയിലറിൻ്റെ ഭാഗത്തോടെ നമ്മൾ പോകത്തില്ല. അതേസമയം നമുക്ക് ഇഷ്ടപ്പെടാത്ത ട്രെയിലറിന് നമ്മൾ റിയാക്ഷനോട് എടുത്ത് നോക്കി നമ്മൾ കാണുന്നത് എന്തിനാ? അത് കാണുന്നത് ശരിക്കും നെഗറ്റീവ് കമൻറ്റ്സ് ഇടാൻ വേണ്ടി മാത്രമാണ്. അതുപോലെ ഈ സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെയാണ് നെഗറ്റീവാണ്. ഇതിൻ്റെ അപ്ഡേറ്റ്സ് വരുന്നിടം മുതൽ നെഗറ്റീവ്. പടം ഇറങ്ങുന്നതിന് മുമ്പ് വരെ ഫസ്റ്റ് ഹാഫ് റിവ്യൂ വരുന്നു. ഇതൊക്കെ എന്തൊരു മാജിക്കാണ്. നമ്മുടെ ഈ മോളിവുഡ് ഇൻഡസ്ട്രി മാത്രമേ ഇതൊക്കെ നടക്കത്തുള്ളൂ, വേറൊരു ഇൻഡസ്ട്രിയിലും ഇത് നടക്കത്തില്ല. നമ്മളൊരു GBU ടൈപ്പ് സിനിമ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയൻസ് പറയും കൊള്ളത്തില്ല, ഈ പടം കൊള്ളത്തില്ല. പക്ഷേ GBU പോലുള്ള സിനിമകൾ നമ്മുടെ ഇവിടെ വരുമ്പോൾ ഓ കിടിലം, അടിപൊളി, സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഓഡിയൻസ് തന്നെ ആ പടം നമ്മുടെ ഇവിടെ ഹിറ്റാക്കി ഇടും. ആ ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഗുഡ് ബൈ ഡക്ലി പോലെയുള്ള സിനിമകൾ വിജയിപ്പിച്ച നമ്മൾ മലയാളികൾ, അതേപോലെ ഈ പുഷ്പ 2 എന്ന് പറഞ്ഞ സിനിമകൾ കണ്ട് കൊള്ളാം എന്ന് പറഞ്ഞ റിവ്യൂ ഇട്ട നമ്മൾ മലയാളികൾക്ക് എന്തുകൊണ്ട് ബബ്ബ എന്ന് പറഞ്ഞ സിനിമ ഇഷ്ടപ്പെടാൻ സാധിക്കുന്നില്ല? എല്ലാവരുടെയും കാര്യം ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ട്, ഓക്കെയാണ്. പക്ഷേ ഇമ്മാതിരി അളിഞ്ഞ സിനിമകൾ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു വഴിയുമില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി വിശ്വസിക്കാൻ പറ്റത്തില്ല. ഒരുത്തനാണ് ബബ്ബയിലെ ഒരു കോമഡി സീൻ, അതൊരു ഡബിൾ മീനിങ് കോമഡി സീനെ കളിയാക്കിയ ഒരു സംഭവം ഇടുന്നത് ഞാൻ കണ്ടു. ഇവന്മാർക്ക് എന്താ പുഷ്പയ്ക്കകത്താണ് റൊമാൻറ്റിക് സീൻസ് ആയിട്ടുള്ള ആ തോളത്തോടെ കൈയിട്ടുള്ള പരിപാടി ഇഷ്ടപ്പെട്ടില്ലേ? അന്നേരം എന്തെങ്കിലും പറയാഞ്ഞേ? അങ്ങനെ പറയാത്തമാർ ഇതിന് പ്രതികരിച്ചിട്ടുണ്ട്. ഈ സിനിമ തുടക്കുമ്പോൾ മുതലേ ഒടുക്കം വരെ ഇതിൻ്റെ അപ്ഡേറ്റ് എല്ലാം വരുന്നിടം വരെ ഇവന്മാർ കാണിച്ചിട്ടുണ്ട്. നോ ലോജിക്കൊള്ളി മാഡ്നസ് എന്ന് പറഞ്ഞിട്ടാണ് ഈ സിനിമ അവർ പുറത്ത് വന്നത് തന്നെ. പുറത്ത് വന്നതിന് ശേഷം ഒരു റിവ്യൂ ഞാൻ കണ്ടപ്പോൾ അവൻ ആ റിവ്യൂവിൻ്റെ ദിലീപിൻ്റെ ഇൻട്രോ മുതൽ പടത്തിൻ്റെ അവസാനം വരെ കഥ ഫുള്ള് പറഞ്ഞിട്ടുണ്ട്. ഇതിലാരെ ക്യാമിയോ റോൾ ചെയ്തേക്കുന്നത്, ഇതിലേത് പാട്ടാണ് ഇട്ടേക്കുന്നത്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനീ കണ്ടുകൊണ്ടിരിക്കുന്നമാർ സിനിമയെന്നും പറഞ്ഞ് പോകുന്ന തിയേറ്ററിലോട്ട് ഇവൻ്റെ റിവ്യൂ എടുത്ത് വെച്ച് നോക്കിയാൽ പോരെ? എന്നാൽ അങ്ങനെയല്ല. ഇവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇഷ്ടപ്പെടേണ്ട, എവിടെന്നുള്ള രീതിക്ക് അവർ റിവ്യൂ പറഞ്ഞാൽ മതി. ഇവർ കഥ ഉൾപ്പെടെ കയറ്റി ഇങ്ങനെ പറഞ്ഞ് അതൊരു അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മാടയാണെന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഈ റിവ്യൂ ഇടുന്നവർ പിന്നെയും കുഴപ്പമില്ല. പക്ഷേ ഈ റിവ്യൂ ഇട്ടതിന് ശേഷം അതിൻ്റെ താഴെ വന്ന് ചിലവർ കമൻറ്റ് ഇടും, ഓ ശരി ഈ പടം കൊള്ളത്തില്ലെന്ന്. ശരിക്കും ഈ കമൻറ്റ് ഇടുന്നതിൽ ഒരു 90% പേരും സിനിമ കാണാത്തവരായിരിക്കും. ഇവരിടുന്ന കമൻറ്റ് കാരണം സിനിമ കാണണമെന്ന് ചിന്തിക്കുന്നവരുടെ ഓ കാണണ്ട, പടം കൊള്ളത്തില്ല എന്ന് ചിന്തിക്കും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം വിചാരിക്കുക, റിവ്യൂവും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് പടം കാണുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പോയി സിനിമ കാണുക, എന്നിട്ട് അതിനെ വിലയിരുത്തുക. ഈ പടത്തിന് നെഗറ്റീവ് റിവ്യൂ കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. കാരണം ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ട്വിറ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ വരും. കാരണം ഇതിൻ്റെ നടൻ ദിലീപാണ്. ദിലീപ് എന്നുള്ള ഒറ്റ പേരുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഇത്രയും നെഗറ്റീവും കാര്യങ്ങളും വരുന്നത്. വേറെ ഏതെങ്കിലും ഒരു നടനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു ഇൻഡസ്ട്രിയിലായ സിനിമയായിരുന്നെങ്കിൽ മലയാളികൾ ഉൾപ്പെടെ ഇത് തലയെ വെച്ചുകൊണ്ട് നടന്നത്. ഒരു പ്രമുഖ റിവ്യൂവറുണ്ട്, പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ബ്രൊമാൻസ് ആണ്. ബ്രൊമാൻസിൻ്റെ മാത്യു തോമസിൻ്റെ അഭിനയം വന്ന് പുള്ളിക്ക് രോമാഞ്ചമൊക്കെ എഴുന്നേറ്റ് നിന്നെന്നാണ് പുള്ളി പറയുന്നത്. ശരിക്കും പറഞ്ഞ് ഈ മാത്യു തോമസ് തന്നെ പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ ഈ സിനിമയ്ക്കകത്ത് പുള്ളിയുടെ അഭിനയം ഇച്ചിരി ക്രിഞ്ചാന്നുള്ളത്. സത്യം പറഞ്ഞാലും ഈ സിനിമയ്ക്കകത്ത് പുള്ളിയുടെ മാത്യു തോമസിൻ്റെ അഭിനയം കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 എണ്ണം കൊടുക്കാൻ തോന്നും. ദേഷ്യം വരുന്ന സീനൊക്കെ അമ്മാതിരി വെറുപ്പിക്കലായിട്ടാണ് പുള്ളി അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. അതുവരെ കിടിലം പടം എന്ന് പറഞ്ഞ ടീമാണ് ഈ ആൾക്കാർ. എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ഈ സിനിമ പെണ്ണുങ്ങൾ കാണത്തില്ല എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ തിയേറ്ററിൽ പോയ സമയത്ത് ഞങ്ങൾ ആമ്പിള്ളാരുടെ എത്രത്തോളം ഉണ്ടോ അതിന് ഈക്വലായിട്ട് പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു. എല്ലാ പെണ്ണുങ്ങളും അങ്ങനല്ല എന്നുള്ളൊരു ടൈപ്പിൽ, എങ്ങനെ അങ്ങനല്ല എന്നുള്ളൊരു ബോധം നമുക്ക് മൈൻഡിൽ വേണം. നിങ്ങൾ ഇതുപോലെ റിവ്യൂവേഴ്സിനെ അതുപോലെ തന്നെ വേറെ ആരുടെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ആരുടെയും വാക്ക് കേട്ട് ഈ സിനിമയ്ക്ക് പോകാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ലൈഫ് ടൈം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നഷ്ടപ്പെടുന്നത്. ഇതിപ്പോൾ ഞങ്ങൾക്ക് കാശ് വന്നിട്ടൊന്നും ചെയ്യിപ്പിക്കുന്നതല്ല, കാരണം നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ തന്നെ നോക്കിയാൽ അറിയാം, വലിയ സംഭവമായിട്ടുള്ള ചാനലൊന്നുമല്ല. പക്ഷേ നമുക്ക് പറയാനുള്ളത് ഞങ്ങൾ കറക്റ്റായിട്ട് ഇതുപോലെ മുന്നിൽ പറയുക തന്നെ ചെയ്യും. ഈ ഒരു സിനിമ നല്ലൊരു പടമാണ്. നമ്മുടെ മലയാളത്തിൽ ഇതുപോലെ ഒരു സിനിമ വന്നിട്ടില്ല. ഒരു തമിഴ് തെലുങ്കിലൊക്കെ അവർ മാസ് മസാല പടങ്ങൾ അടിച്ചു വിടുന്ന രീതിക്കാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഒരു പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഇഷ്ടപ്പെടുന്ന എല്ലാ എലമെൻസും കൂട്ടിച്ചേർത്ത് ഇണക്കിയെടുത്ത ഒരു കിടിലം പടം തന്നെയാണ് ബബ്ബ എന്നുള്ളത് ഞാനിപ്പം പറയുവാണ്. എന്തായാലും നിങ്ങളെല്ലാവരും ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേറെ ആരുടെയും വാക്ക് കേൾക്കാതെ സ്വന്തമായിട്ട് നിങ്ങൾ പോയി പടം കാണുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ ജെന്യൂനായിട്ട് തന്നെ പറയാം. അപ്പം നമുക്ക് ഇത്ര പറയാനുള്ളൂ. അപ്പം വീണ്ടും സന്ധിക്കുന്നവരേക്കും വണക്കം.